വൈപ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അത്രയും പാർട്ടിക്കിൾസും സംഭവങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലെൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്യൂരിഫൈസർ ഉണ്ട്, ഫ്രഷ് ലുക്കിന്റെ. അതുപോലെ തന്നെ ഗ്രേ വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ. പിന്നെ ലെൻസില് യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒന്ന് വിവിയോയിങ് എന്ന് പറയും. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഇത് അത്ര ഹെവി അല്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡഡ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ ലെൻസ് വെച്ചൊരു നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും. ഇത് നമ്മുടെ ലെൻസിന്റെ റഷ്യൻ സ്മോക്കിൽ ബ്രൗൺ ആണ്, ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് കുറച്ചൊരു ഹെവി ആയിട്ടാണ് ഉള്ളത്, കുറച്ചധികം കാണും, എടുത്ത് കാണിക്കുന്ന ഒരു ടൈപ്പാണ്. ഏതാ വെക്കേണ്ടത്? ഇതാണ് വേണ്ടത്. ബേബി ആണ് കേട്ടോ. വെക്കുന്നൊന്ന് നോക്കണേ. കൊടുക്കുന്ന ലിപ് ബാം ആണ്. ലെൻസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ലിപ് ബാം ഫസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫിക്സ് ചെയ്തത് ലിപ് ബാം ടിൻഡഡ് ലിപ് ഓയിൽ. ഫസ്റ്റ് ഐബ്രോ ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് PACയുടെ പാലറ്റ് തന്നെയാണ്. PACയുടെ തന്നെ ബ്രഷ് ആണിത്. ഓക്കെ. ഈ ഒരു ടൈപ്പ് ബ്രഷ് എന്ന് പറയുന്നത് സ്കൂളി ബ്രഷ് എന്നാണ്. ഇങ്ങനത്തെ ടൈപ്പ് വരുന്നത്. ഇതിന്റെ എൻഡുണ്ടോ, കാണുന്നുണ്ടോ? ഒരു ആംഗിളിന്റെ ടൈപ്പ് ഓഫ് ബ്രഷ് ആണത്. ഓക്കെ. ഇത് വെച്ചിട്ട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഐബ്രോ കോംബ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. ഇത് കോംബ് ചെയ്തിട്ട് ഓക്കെ ഡാർക്ക് ബ്രൗൺ ചെയ്ത് വെച്ചിട്ട് ഐബ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ബ്രഷ് അത് അപ്ലൈ ചെയ്തതിനു ശേഷം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ആ വരച്ച ഒരു മാർക്ക് നമ്മൾ ഒരിക്കലും അവിടെ കാണരുത്. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും മേലെ നമ്മൾ ഈ ഐബ്രോയുടെ ഈ സ്റ്റാർട്ടിംഗ് പോർഷൻ അല്ലേ, ഒരിക്കലും ആ ഒരു പോർഷനിലോട്ട് ഹെവി ആയിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പൊ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ആ ഒരു സ്റ്റാർട്ടിങ് വിട്ടതിന് ശേഷം ഒരു സെക്കൻഡ് പോർഷനായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. വേറെ ഷെയ്ഡ് ലൈറ്റ്, ടാറ്റയുടെ ലൈറ്റ്. കുറച്ചധികം ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ടാൻ ഡീപ് സാൻഡ്. അതിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഐബ്രോന്റെ ബോട്ടം പോർഷൻസ് മാത്രമാണ് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൺസീലർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൈമറോ ഐസിന്റെ മേലെ കൊടുക്കാം.
ഇത് കുറച്ചുകൂടെ ലാസ്റ്റിക് കിട്ടാനും പിന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആവുന്നതിന് കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ ഡയറക്റ്റ് കൺസീലർ ഐസിന്റെ മേലെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഏതെങ്കിലും പ്രൈമർ ഐസിന്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്നത് എൽഫിന്റെ പവർഫുൾ പ്രൈമറാണ്. ഇത് 1 ഡ്രോപ്പ് മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫ്രൈ ആയതിനു ശേഷം ഷേപ്പ് ചെയ്തിട്ട് ഐസിന്റെ മേലെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ ഐസിന്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതൊരു ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കാണുന്നുണ്ടോ? ഐസിന്റെ മേലെ കൺസീലർ സമയത്ത് ഐസിന്റെ ഷെയ്ഡിനെക്കാളും സ്കിന്നിന്റെ ടോണിനെക്കാളും കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് ഐസ് ഹൈലൈറ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഷാർലോട്ട് ടിൽബറിയുടെ കോമ്പാക്ട്. ഞാൻ നേരത്തെ കാണിച്ചു. ഷെയ്ഡ് മീഡിയം ആണ് വരുന്നത്. ഷാർലോട്ട് ടിൽബറിയുടെ കോമ്പാക്ട്. ഓക്കെ, ബ്രഷ് വെച്ചിട്ട് ഓക്കെ, ഭയങ്കര ടൂ വൈറ്റിഷ് ആയിട്ട് കൺസീലർ ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ ഷെയ്ഡും ഐസിന്റെ മേലുള്ള കൺസീലറിന്റെ ഷെയ്ഡും രണ്ടായിട്ട് നിൽക്കും. അപ്പൊ അത് ഒരു വൃത്തികേടായിരിക്കും മുമ്പ് കാണാനായിട്ട്. അപ്പൊ മാക്സിമം ഒരു സ്കിൻ ടോണിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെന്ന സ്കിൻ ടോണേക്കാളും ജസ്റ്റ് ഒരു ഷെയ്ഡ് എന്ത് ചെയ്യാം, ബ്രൈറ്റർ ആക്കിയിട്ട് കൺസീലർ എടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ഉണ്ടല്ലോ. ഗ്ലിറ്റേഴ്സും നല്ല ഗ്ലിറ്ററാണ് വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള മേക്കപ്പ് ചെയ്താലോ? ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസ് ആണ്. ആദ്യം ഈ വലിയ ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ഐസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാൻ ബ്രൗൺ ഷെയ്ഡ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. ലൈറ്റ് മാച്ച് ഷെയ്ഡ് എടുത്തിട്ട്. ഓക്കെ, ഒരു ലൈറ്റ് ബ്രൗൺ എടുക്കുന്നുണ്ട്. ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ. ഔട്ട്ഫിറ്റ് അത്യാവശ്യം ഹെവി ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഐസ് അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്യണോ, എങ്ങനെയാണ് കാജൽ ചെയ്യണോ, എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഗ്ലിറ്ററാണ് കൊടുക്കുന്നത്. ഗ്ലിറ്റേഴ്സ് ഇതാണ് ഗ്ലിറ്റേഴ്സ് വരുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ, ഇതെല്ലാം ഒരു ക്രീമി ടെക്സ്ചറാണ് വരുന്നത്, പാർട്ടിക്കിൾസ് അല്ല. അതുകൊണ്ട് തന്നെ നല്ല ലാസ്റ്റിങ്ങും കിട്ടും. നമുക്ക് അപ്ലൈ ചെയ്താൽ തന്നെ പെട്ടെന്ന് പിഗ്മെന്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലിറ്റേഴ്സ് കൊടുത്താലോ? കാണുന്ന രീതിയിൽ വിസിബിൾ ആകുമ്പോൾ ഈ ഷെയ്ഡ്സ് ഒക്കെയാണ് വരുന്നത്. ഇത് തന്നെയാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളതും. പിന്നെ ലൈറ്റ് ഗ്ലിറ്റേഴ്സ് അധികം ഷിമ്മറി ജസ്റ്റ് ഒരു ടച്ച് മതി പറയുന്നവർക്ക്
ഇന്റൻസിറ്റി കുറഞ്ഞ ഷെയ്ഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ വിസിബിൾ ആണ്. ഓക്കെ, കാണുന്നുണ്ടോ? കണ്ടോ, ഇതിന്റെ ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രീമിയാണ്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ഏരിയ ശ്രദ്ധിച്ചോളൂ, കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യരുത്. ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഒരു ലൈനിങ് ചെയ്യാത്തതാണ്. അതിന് പകരം ഒരു ഡാർക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഹൈലൈറ്റർ ചെയ്യുന്ന പോർഷനിൽ സ്മജ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ സ്മജ് ചെയ്യുന്നത്? ഹൈലൈറ്റർ പൊതുവെ എല്ലാവർക്കും അറിയുന്നതല്ലേ, നോർമലായിട്ട് ചെയ്തിട്ട് നീങ്ങി കൊടുക്കുന്ന ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കും. ഓക്കെ, കാരണം അത്യാവശ്യം വലിയ കണ്ണാണ് ആളത്. അപ്പൊ ആ ഒരു സ്മജിങ്ങും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട്. ഓക്കെ, ബ്രഷ് നിങ്ങൾക്ക് ബ്രഷ് ഏത് പർപ്പസിന് ഏത് ബ്രഷ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്താണോ എന്ത് പർപ്പസിനാണോ അതെടുക്കുന്നത് അതായിരിക്കും നിങ്ങളെ ബ്രഷ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫോർട്ട് ഇതിന്റെ പുറമെ ഉണ്ടാകും. പെൻസിൽ ബ്രഷ്, ഐ ഷാഡോ ലൈറ്റിംഗ് ബ്രഷ് ഒക്കെ ഇതിലുണ്ടാകും, അത് എന്നിലുണ്ടാകും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കുന്നത്, ബ്രൗണിൽ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇതോ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണുന്നില്ല. ഐലൈനർ ചെയ്യുന്ന ഒരു പോർഷനിൽ നമ്മളെന്ത് ചെയ്യും, കാണുന്നുണ്ടോ? ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കൈമേക്കപ്പ് കണ്ടിട്ടുണ്ടോ? സ്മജ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ലെങ്ത് വെച്ച് നോക്കുന്നത് ചെറുതായി തുരുത്തി ജസ്റ്റ് ഒരു സ്റ്റാൻഡ് നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അത് കട്ട് ചെയ്യുന്നതാണ് നല്ലത്, മറ്റത് അവിടെ ഒട്ടില്ല. കട്ട് ചെയ്യുന്ന നമ്മളവിടെ വെക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, ഈ എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ചെറിയൊരു സ്റ്റാൻഡ്, ലാസ്റ്റ് ഒരു സ്റ്റാൻഡ് കട്ട് ചെയ്ത് ലാഷ് ബ്ലൂ, PSCന്റെ ലാഷ് ബ്ലൂ ബ്ലാക്ക് കളറിലുള്ള ലാഷ് ചെയ്യാൻ അറിയോ? വളരെ ലൈറ്റ് ലെയറിൽ തിൻ ലെയറിൽ കൊടുത്താൽ മതി. കർവ് ചെയ്ത് പിടിച്ചിട്ട് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം വെച്ചു കൊടുക്കാം. ഓക്കെ, ആ ഒരു ലിക്വിഡ് ഫോമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി അങ്ങനെ രണ്ട് ഉറുപ്പിയാകെ ചെയ്യാം. ഓക്കെ, സെൻട്രൽ പോർഷനിൽ പിടിച്ചിട്ട് കണ്ണ് തുറന്നു താഴോട്ട് നോക്കിയിട്ട് അന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് നോക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വയ്ക്കാം.
കാണിച്ചു തന്നില്ലേ, അതാണ്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രഷ് വെച്ചിട്ട് നിർത്തി അപ്ലൈ ചെയ്യും. എടുത്ത എമൗണ്ട് ഇല്ലേ, ആദ്യം എടുത്തിട്ട് ഫേസ് കംപ്ലീറ്റ് വെയർ ചെയ്യാനുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് മതി ബാക്കി ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ മോയ്സ്ചറൈസർ ഗ്ലോ വേണം നമുക്ക് വിചാരിച്ചിട്ട് കൂടുതൽ മോയ്സ്ചർ ആവണം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഒരു ഫേസ് കംപ്ലീറ്റ് ഫുൾ അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ നെക്കിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. കൈ വെച്ചത് കൂടെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് സ്കിന്നിൽ പിടിക്കും. ഓക്കെ, വരുന്നത് ആ ഭാഗത്ത് ഭയങ്കര ഹീറ്റായിട്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടാവും ഈ ഒരു എമൗണ്ട് മാത്രമേ എടുക്കണോ. ഇത് കംപ്ലീറ്റ്ലി ഒരു വാട്ടർ പോലെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വരുന്നത്. കണ്ടോ, ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഓറഞ്ച് കറക്റ്റ് വരുന്നുണ്ട്. ഓറഞ്ച് കറക്റ്റായിട്ട്, അതായത് നല്ല ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഓറഞ്ച് കറക്റ്ററിന് ഞാൻ ഈ ഹുദ ബ്യൂട്ടിയുടെ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വരുന്നത് ഓക്കെ FS27 ആണ് ഷെയ്ഡ് നമ്പർ. അപ്പൊ ഞാൻ അവരെ പ്രൊഡക്ട്സ് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ബോക്സ്, അതിൽ വരുന്നതാണ്. ഓക്കെ, ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്. ആളുടെ സ്കിൻ ടോണിനേക്കാളും കുറച്ച് ഡാർക്ക്, ഒരു 2 ഷെയ്ഡ്സ് ഡാർക്കാണ്. അപ്പോൾ ഇത് ബ്രഷ് വെച്ചിട്ട് കണ്ടോ കളർ ചെയ്യുന്ന നമ്മൾ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓവർ ബ്ലെൻഡ് ചെയ്യരുത്. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ബ്ലെൻഡ് ചെയ്യരുത്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓവർ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ട് വീണ്ടും വിസിബിൾ ആയി വരും. ഇനിയിപ്പോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നന്നായി ബ്ലെൻഡ് ചെയ്യും നമ്മുടെ ഫൗണ്ടേഷൻ. ആ സമയത്ത് വീണ്ടും വിസിബിൾ ആയി വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഡാർക്ക് നാംസ് ഈ കൺസീലേഴ്സ് പോലെ കൺസീലർ 2 ഫെയർ ഷെയ്ഡും കുറച്ച് ഡാർക്കർ ഷെയ്ഡുമാണ്. നല്ല ഫെയർ ഷെയ്ഡിന് 1W ആണ് ഷെയ്ഡ് വരുന്നത്. 1W 5W കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ടോണിന് ഓക്കെ. ഇത് മസ്റ്റേർഡ് ഷെയ്ഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കൊന്ന് നോക്കിയോ. ഇത് വെച്ച് ചെയ്ത് നോക്കിയാണോ? നാഴ്സിന്റെ സെയിം ഫംഗ്ഷൻ തന്നെ, പക്ഷെ അതിൽ കൂടുതൽ കുറച്ചും കൂടെ എന്താ ഭയങ്കര നാച്ചുറൽ ഫിനിഷ് ആണ് കിട്ടുന്നത്. നാഴ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡ് അല്ലേ? ഓക്കെ ഓക്കെ, ഫൗണ്ടേഷൻ ചെയ്ത് തന്നിട്ട് ഇപ്പൊ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാല് ബ്രൈഡിന്റെ ഒരു ഷെയ്ഡ് ലൈറ്റ് മിനിമെങ്കിലും കൂട്ടിയിട്ട് എടുക്കണം. അപ്പൊ ഡള്ളാകുമ്പോൾ മേക്കപ്പ് എന്തായാലും ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ഓക്സിഡൈസ് ആവും. അപ്പൊ ഫേസ് ഡള്ളാവുമ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് ഡള്ളാവരുത്.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ഡ് കൂട്ടിയെടുക്കുന്നത്. അത് അത് വിചാരിച്ച് നമ്മൾ ഭയങ്കര വൈറ്റിഷ് ആയിട്ട് അപ്ലൈ ചെയ്യരുത്, എന്നാൽ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഭയങ്കര ന്യൂഡ് മേക്കപ്പ് മതി, സ്കിൻ ലൈറ്റ് മേക്കപ്പ് മതി എന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യാം, ഒരു ഷെയ്ഡ് ലൈറ്റർ ആക്കിയിട്ട് മാക്സിമം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഈ ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഏറ്റവും സ്കിൻ ടോൺ ഷെയ്ഡ് ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഇതിൽ അങ്ങനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡ് ആയിട്ട് ചെയ്യണമെന്നോ അതോ നാച്ചുറൽ ലുക്കിംഗ് ആണോ? നാച്ചുറൽ ലുക്കിംഗ് ആണ്. അപ്പൊ അധികം ബ്രൈറ്റ്സിന് എല്ലാവർക്കും ഭയങ്കര മിനിമൽ നാച്ചുറൽ ലുക്കിംഗ് മതി, സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാവരുടെയും റിക്വയർമെന്റ്സ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും വേണം. അപ്പൊ മാക്സിമം നമ്മൾ അങ്ങനെ മിക്സിങ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ബ്ലെൻഡർ ഇതാണ്, കണ്ടിട്ടുണ്ടോ? ഇത് ഭയങ്കര കംഫർട്ടാണ്. അതുപോലെ ഡാമ്പ് ആയിട്ടുള്ള ബ്ലെൻഡറാണ്, അതായത് ചെറിയൊരു നനവുണ്ട്. ബ്ലാക്ക് ബ്യൂട്ടി ഭയങ്കര ഹാൻഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. റിയൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ, അങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മേക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ സ്കിൻ വൺ കസ്റ്റാർഡ്, രണ്ടാമത്തത് മീഡിയം ഡീപ് ചെസ്റ്റ് നട്ട്, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ എടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഐസിന്റെ ഇന്നർ കോർണറും ഔട്ടർ കോർണറും ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രീസ് ലൈറ്റ് ഒന്നേയുള്ളൂ. കണ്ണിന്റെ താഴെ വര വിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പ്രോസസ്, അത് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, PSC. പിന്നെ ഇത് കെ ബ്യൂട്ടിയുടെ ബ്രഷാണ്, റസ്റ്റിക് ബ്രഷാണ്. അത് ഷെയ്ഡ് പീച്ച് കളർ ഷെയ്ഡാണ് വരുന്നത്. റസ്റ്റിക് ബ്രഷ് ഇതാണ് ഷെയ്ഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവാം, അതല്ല കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് ഇതാണ് വരുന്നത്. ഓക്കെ, ബ്ലഷ് എങ്ങനെയാണ്? ഓക്കെ, ഈ ഒരു ഏരിയന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്, അല്ലാണ്ട് ചീക്കിലോട്ട് കയറ്റിയിട്ട് ചെയ്യണം. ഓക്കെ, യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ PSC അല്ലെങ്കിൽ വേറെ സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത് സ്വെറ്റ് പ്രൂഫ് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ സ്പ്രേ ആണ്. വൺ സൈസ് സെറ്റിംഗ് സ്പ്രേ. നമ്മൾ അർബൻഡിക്ക് പറഞ്ഞില്ലേ, അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടെ ഫങ്ഷണൽ ആയിട്ട് വരുന്ന സെറ്റിംഗ് സ്പ്രേ ആണ് വൺ സൈസ്. ഇത് ഷോപ്പിലുണ്ട്. ഇതിന്റെ തന്നെ പ്രൈമറും ഉണ്ട് കേട്ടോ, ഓയിലി സ്കിന്നുകാർക്കും പിന്നെ അതുപോലെ വാട്ടർ പ്രൂഫ് മേക്കപ്പ് വേണമെന്ന് പറയുന്നവർക്കും യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് വൺ സൈസ്. ഓക്കെ,
ഇത് ഭയങ്കര മാറ്റ് ഫിനിഷ് ആണ്, ഭയങ്കര ലാസ്റ്റിംഗ് ആണ് അത് യൂസ് ചെയ്തത്. ഓയിലി സ്കിൻ ആണ്. സെൻസേഷൻ പറഞ്ഞില്ലേ, ബ്ലീഡിങ് സീൻ പറഞ്ഞ കോമൺ ഷെയ്ഡ് അതാണ് കേട്ടോ ഓടുന്നത്. ഓക്കെ, എക്സ്പെൻസീവ് ആണ്. കാണുന്നുണ്ടോ? ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഈ ബ്ലഷ് ഇട്ട ഭാഗം നോസ് ബ്ലഷ് സ്കിൻ ബ്ലഷ് ഇട്ട ഭാഗമല്ലേ, അത്രയും അതേപോലെയാണ് നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടോ? ലാസ്റ്റ് വരുന്നുണ്ടോ? ഒരാൾക്കേ ഉള്ളൂ ഇല്ലേ? നോർമൽ സ്കിൻ ആണെങ്കിൽ ഈ ഗുച്ചി പോലത്തെ പ്രോഡക്റ്റ് കൊറിയർ സർവീസ് ഉണ്ട്, ഡോർ സർവീസ് ഉണ്ട്.